തിങ്കൾ ചന്തയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ചെറിയച്ഛൻ അറസ്റ്റിൽ. തലക്കുളം കുഴലാർ തെരുവ് സ്വദേശി അരുൺ പ്രശാന്തിന്റെ ഭാര്യ സുബിതയാണ് കൊല്ലപ്പെട്ടത്. സുബിതയുടെ ചെറിയച്ഛൻ രാജേഷ് ഇരണിയൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തലക്കുളം കുഴലാർ തെരുവ് സ്വദേശിയായ അരുൺ പ്രശാന്തിന്റെ ഭാര്യയായിരുന്നു സുബിത. 10 വർഷം നീണ്ട ദാമ്പത്യം, 2 ആൺകുട്ടികൾ. അരുൺ ആശാരിപ്പണി ചെയ്തും സുബിത നാഗർകോവിലെ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയും ഒരു സാധാരണ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് സുബിതയുടെ മനസ്സിൽ മറ്റൊരു പ്രണയം മുട്ടിട്ടു. തുമ്പവിള കോളനി സ്വദേശിയായ അനീഷുമായി അവർ അടുപ്പത്തിലായി. ആദ്യമൊക്കെ രഹസ്യമായിരുന്ന ഈ ബന്ധം പിന്നീട് അരുണും സുബിതയും തമ്മിൽ വലിയ വഴക്കുകൾക്ക് കാരണമായി. വീട്ടിൽ സമാധാനം നശിച്ചു. ദിവസവും കലഹങ്ങൾ പതിവായി. ഒടുവിൽ സുബിത തന്റെ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. എന്നാൽ അവിടെയും അനീഷുമായുള്ള ഫോൺ വിളികൾക്ക് കുറവുണ്ടായില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടത് സുബിതയുടെ ചെറിയച്ഛൻ രാജേഷാണ്. 45 വയസ്സുകാരനായ രാജേഷിന് സുബിതയുടെ ഈ പുതിയ ബന്ധം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു കുടുംബത്തെ തകർക്കുന്ന ഈ പ്രണയം അവസാനിപ്പിക്കാൻ അയാൾ പലതവണ സുബിതയെ വിലക്കി. നിർത്താൻ സുബിതേ, ഈ വീട്ടിലാരും നിന്റെ ഈ കറങ്ങി നടപ്പ് സഹിക്കില്ല. ഇങ്ങനെയൊക്കെ രാജേഷ് ശാസിച്ചിരുന്നു. പക്ഷേ പ്രണയത്തിന്റെ ലഹരിയിൽ മയങ്ങിയ സുബിത അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വിലക്കുകൾ തീവ്രമായപ്പോൾ വാക്കുകൾ വാക്കുതർക്കങ്ങളായി മാറി. ഒടുവിൽ നിയന്ത്രണം വിട്ട സുബിത ഭിന്നശേഷിക്കാരനായ രാജേഷിനെ തള്ളി താഴെയിട്ടു. താഴെ വീണ നിമിഷം രാജേഷിന്റെ മനസ്സിൽ കനലെരിയുന്ന പക ആളിക്കത്തി. അടുത്തുകിടന്ന അരിവാൾ അയാളുടെ കൈകളിലെത്തി. അടുത്ത നിമിഷം ആ വീട്ടിൽ ഒരു നിലവിളി ഉയർന്നു. സുബിതയുടെ തലയിലും ശരീരത്തിലും അരിവാൾ വെട്ടിയിറക്കി. രക്തത്തിൽ കുതിർന്ന അവർ ഒരു സ്വകാര്യ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കുറെ നേരം കഴിഞ്ഞിട്ടും അനക്കമില്ലാതായപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ വാതിൽ തകർത്ത് അകത്തു കടന്നു. അവിടെ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. രക്തത്തിൽ കുളിച്ച് സുബിത ജീവനറ്റു കിടക്കുന്നു. നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. സംഭവം അറിഞ്ഞയുടൻ ഇരണിയൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ രാജേഷിനെ റിമാൻഡ് ചെയ്തു. 2 ആൺമക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് മറ്റൊരു പ്രണയം തേടിപ്പോയ ഒരു യുവതിയുടെ ജീവിതം ദുരന്തത്തിൽ കലാശിച്ചതിന്റെ ഞെട്ടലിലാണ് നാഗർകോവിൽ. എന്തായാലും പലതവണ രാജേഷ് ഈ ഒരു ബന്ധം ഒഴിയണമെന്ന് തന്നെ വിമർശിച്ചിരുന്നു. അതൊന്നും സുബിതയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നീട് ഇവർ തമ്മിൽ തർക്കം പതിവായിരുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് എത്തിയത്. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.